ഒരുപാട് കാത്തിരുന്ന നമ്മളെ ഗെറ്റ് ടുഗദർ ഇട്ടാ നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്നതാണിത്. കാരണം 15 വർഷമായിട്ട് നീണ്ട 15 വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നത് കേട്ടോ. വളരെ സന്തോഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പം ഞാനെന്താ വെച്ചാൽ ബൈക്ക് എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു. അപ്പം എന്താ വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതെടുത്തത്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകട്ടെ. നമ്മളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ഞാൻ സ്കൂളിൽ എത്തിയിട്ട്, അതാണ് നമ്മളെ ബാക്കിലാണ് സ്കൂൾ. അപ്പോൾ ഏതായാലും പോയി നോക്കട്ടെ, എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഏതായാലും ഞാൻ പോയിട്ട് വരാം. ഞങ്ങളെ കൂടെ പഠിച്ച ആൾക്കാരായിട്ട് ഇർഷാദ്, മുഹമ്മദ് അലി. ഇനി മറ്റുള്ളവരെ അവിടെ നിന്ന് കാണാം. നമ്മളെ ഗെറ്റ് ടുഗദറിന് ഒരുപാട് സങ്കടത്തിൻ്റെ കഥയും കൂടി പറയാനുണ്ട്. അപ്പം നമ്മളെ കൂടെ പഠിച്ചിരുന്ന നമ്മളെ കൂട്ടുകാരത്തായിരുന്ന ജിനി എന്നിപ്പോൾ നമ്മളെ കൂടെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവള് നമ്മളെ കൊറോണൻ്റെ സമയത്തോടുകൂടി പ്രസവത്തോടുകൂടി അവൾ മരിച്ചു. ചെറിയൊരു കുട്ടിയുള്ള സമയമായിരുന്നു മരിച്ചത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് നാടൊന്നടങ്കം ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ മരണത്തിന് കീഴടങ്ങിയിരുന്നിട്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളെ പരിപാടിയിൽ എല്ലാവർക്കും ഉള്ളൊരു വിഷമം തന്നെ ഈ ഒരു കാര്യത്തിലുള്ള. അപ്പോൾ ഏതായാലും എല്ലാവരും അപ്പോൾ തന്നെ ഞങ്ങളെ കാർഡൊക്കെ കിട്ടിയിട്ടാ. ഞങ്ങളെ ഗെറ്റ് ടുഗദറിൻ്റെ കാർഡാണിത്. ഇത് നമ്മളെ ചങ്സ് ആട്ടോ. നമ്മളെ ഇതിൻ്റെ 2ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതിൻ്റെ ഒപ്പം പഠിച്ചു തന്നെ കേട്ടോ. രണ്ടൊട്ട് ഞങ്ങൾ തോക്കാതെ പഠിച്ചു തന്നെയാണ്. അപ്പോൾ പറഞ്ഞിട്ടെ അപ്പോൾ ഞങ്ങളെല്ലാവരും പരിചയപ്പെടുത്തി തരാം. ഒരുപാട് വ്യക്തികളെ കണ്ടിട്ടാ. കാരണം എന്താ വെച്ചാൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത് അന്ന് സമയത്ത് ഒരുപാട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് വളരെ മാറ്റം തന്നിട്ടുള്ള ഏതാണ്ട് നിലവിൽ 15 വർഷത്തിന്റെ മാറ്റം തന്നെ അത്രത്തോളം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായ ആളുകൾ ഒരുപാട് കണ്ടിട്ടോ. അപ്പം നമുക്ക് അവർ തന്നെയാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവരെ മുഖത്തിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയേണ്ടത്. കാരണം ചിലരായിരിക്കട്ടെ ഒരുപാട് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആയിപ്പോയി. കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമ്മളെല്ലാവരെയും കൂടെ നമ്മൾ നിത്യം കാണുന്ന ആളുകളുണ്ട് ഇതിൻ്റെ ഇടത്തിൽ കൂടുതലും. ചിലപ്പോൾ രാജേഷ് എന്ന് പറഞ്ഞാൽ ഇയാളെ എന്നും കാണുന്നതാണ്. കാരണം അയാൾ അന്നും ഇന്നും ഏതാണ്ട് വലിയൊരു മാറ്റമില്ലാത്ത ലെവൽ തന്നെ ഉണ്ട് എപ്പോഴും പോണ്. അപ്പോൾ എല്ലാവർക്കും കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ പഴയ കാലത്ത് നമ്മളെ മിൽമ ബൂത്താണ്, സ്കൂളിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഒരു മിൽമ ബൂത്താണ് കേട്ടോ. പിന്നെ നമ്മൾ സ്കൂളിൻ്റെ മെയിൻ കവാടാണിത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്ന് നമ്മൾ ആചാരാക്കാൻ്റെ ഒരു പീടിയൊക്കെ ആയിരുന്നു കേട്ടോ. അതിപ്പോൾ ഇല്ല. അതിപ്പോൾ ഒരു സ്റ്റുഡിയോയും പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ഒരു കഫേ കൂടെ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ അവിടെ. പഴയ പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. പഴയ നല്ല നല്ല ഓർമ്മകളായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോൾ അത്രയൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെ കൂട്ടത്തിൽ നമ്മളെ ഇന്നിപ്പോൾ എല്ലാവരും കൊണ്ടുവന്ന ഒരുപാട് പഴയ ഓൾഡ് മിഠായികൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമ്മൾ ആ പഴയ ഒരു ഫീലിംഗ് ഓൾഡ് നെസ്റ്റോക്കും കൂടി കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ പ്രതീക്ഷയായിരുന്നു അത് കൊണ്ടു തന്നിരുന്നത്. അപ്പോൾ ഞാനത് കൂട്ടത്തിൽ ഒന്ന് പമ്പരം ഉണ്ടായിരുന്നു. പമ്പര മിഠായിയൊക്കെ ഒന്ന് വാങ്ങി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. കാരണം അത്ര നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്കൊന്നും എത്തിയില്ലെങ്കിലും 2 കറക്കലിന് ഇറങ്ങി 3ാമത്തിന് 4 പൊട്ടിട്ടോ. അത്ര ക്വാളിറ്റി എന്ന് പറയുന്നുള്ള ലെവലിലുള്ള മിഠായിയാണ്. പക്ഷെ നല്ല പഴയ കാലത്തെ മിഠായികളല്ലേ, നമുക്കതൊരു പ്രത്യേകതരം ഫീലിംഗ് തന്നെയല്ല അവിടെ തരുന്നത്. അത്രയും പഴയ കാലത്തെ കൂട്ടുകാരും അതിൻ്റെ ഇടയിൽ ആ ഒരു മിഠായും കൂടി ഇങ്ങനെ കിട്ടുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെ കേട്ടത്. കാരണം നമ്മളെ കൂട്ടുകാർ നമ്മൾ എല്ലാവർക്കും ഉള്ള ഒരുപാട് ആളുകൾ വന്നിട്ട് ഞങ്ങൾ ആണുങ്ങളിൽ മാത്രമേ ഫാമിലി ഉള്ളവർ കുറച്ച് കൊണ്ടുള്ളൂ. എല്ലാവരും ഫാമിലി ഉണ്ടായിരുന്നെങ്കിലും കുറേ ആണുങ്ങൾക്ക് ഫാമിലി ആയിട്ട് ആരും വന്നിട്ടില്ല. എന്താണെന്നറിയില്ല. പെണ്ണുങ്ങളായിട്ട് പിന്നെ ഒരു മക്കളുണ്ട്, ഒരു ഭർത്താക്കന്മാരില്ല, മക്കളും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും 2 കുട്ടികളും 3 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ആരും പങ്കെടുക്കാതിരുന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മളെ സ്കൂളിൻ്റെ മെയിൻ ഫ്രണ്ടിൽ തന്നെ ലവ് ജീവി HSS എന്നുള്ള ബോർഡൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ സ്കൂളിൽ എല്ലാവരും പലയിടത്തായിട്ട് ഫോട്ടോ എടുക്കുന്നത്. കാരണം ഞങ്ങൾ വെച്ച മരങ്ങളെ തന്നെ ആയിട്ടുള്ള കിട്ടുക. കാരണം ഒരുപാട് മരങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ VHS സമയത്ത് തന്നെ ഇവിടെ വൊക്കേഷണൽ ആയതിൻ്റെ സമയത്ത് ഇവിടെ SLC കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ +2 പഠിച്ചിരുന്നു. ആ സമയത്ത് ഞങ്ങൾ മനോജ് മാഷ് ഞങ്ങൾ VHS പഠിച്ച കുട്ടികളൊക്കെ കൂടി തന്നെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് മരങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ മരങ്ങൾ കൊണ്ട് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഒരുപാട് കുട്ടികൾക്ക് തണലേക്കി പിന്നെ അത്രയും ചൂട് കുറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് വെച്ച മരങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്നത് തന്നെ നമ്മൾ സ്കൂളിലാണെങ്കിലും ശരി പ്രാർത്ഥനയോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങാറുള്ളത്. അത് നമ്മളെ ജീവിതത്തിൽ ഏതൊരു നല്ല കാര്യത്തിനാണെങ്കിലും ശരി നമ്മൾ പ്രാർത്ഥനയോട് കൂടി തന്നെയല്ലേ തുടങ്ങാറുള്ളത്. അപ്പം ഞങ്ങൾ നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളെ ഈ ഒരു കാര്യം നമ്മൾ അത്രയും ആഗ്രഹിച്ച് എല്ലാ കാര്യങ്ങളും നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പം നമ്മളെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഒരു കുറവും വരുത്താതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൂടാൻ കാരണമായത് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ജിനിയുടെ ഓർമ്മകൾക്കാണ്. തുടക്കത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഓൾ സ്റ്റാൻഡ്. നമ്മുടെ ബാച്ചിന്റെ ലീഡർമാരെ
ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയ കൂട്ടുകാരെ, 2006 വർഷത്തില് ചെട്ടിയാങ്കര ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പടി കയറിയ നമ്മള് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ഒരു ദിവസം വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാലോ അല്ലെങ്കിൽ പുറത്തോടെങ്കിലും പങ്കെടുത്തായാലോ അല്ലെങ്കിൽ ഉത്സവം ഉണ്ടായാലോ ഒക്കെ എല്ലാ ഓർമ്മകളും വന്നു പോകും. ഗൾസിൽ പല പേരും അറിയാത്തവരുണ്ട്, ചിലപ്പോ അറിഞ്ഞവരും അറിയാതെ നടിക്കുന്നവരുണ്ടാവും. അപ്പോ എന്തായാലും എല്ലാവരെയും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടണം. ചിലരൊക്കെ വലിയ മേഖലകളിൽ എത്തിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. ഏകദേശം ഇല്ലാതെ തോന്നുന്നത് സംസാരിച്ചിട്ട് ചെയ്തത് ഫസ്റ്റാണ് മിസ്റ്റേക്സ് ഉണ്ടാവും, അഡ്ജസ്റ്റ് ആക്കുക. എൻ്റെ പേര് മുഹമ്മദ് റിഷാദ്. എനിക്ക് ചെറിയൊരു അത്യാവശ്യമുണ്ട്, ഞാൻ പോവാണ്. പോകാൻ ആഗ്രഹം തോന്നുന്നില്ല. ആ വീട്ടിലെ ഫംഗ്ഷനാണ്, എന്റെ അനിയത്തിന് നിൽക്കാൻ പരിപാടി. എല്ലാവരും ചെറിയ വരുന്നവരെന്നൊക്കെ പറഞ്ഞ് എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന് അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും മാറി. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സജീഷ്. അപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നത് കുട്ടയെന്ന് പറഞ്ഞാൽ അറിയുള്ളൂ, കാരണം എൻ്റെ പേര് അതായിരുന്നു നിക്നെയിം. അപ്പോ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നത് ഞാൻ ഡ്രൈവറാണ്. അത് ഞാൻ അഭിമാനത്തോടു കൂടി പറയും, ഒന്നും പറയും. അതിന്റെ പ്രൊഫഷണലാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പാദ്യം മുടങ്ങിയ പഠിത്തം തന്നൊരു സമ്മാനം കൂടിയാണ് ഡ്രൈവർ. പഠിക്കാൻ താല്പര്യമുണ്ട്. ഓരോ റസാക്കും ഞാനും ഒപ്പം ഡിഗ്രി കൊടുത്ത ആളുകളാണ്, പോകാൻ പറ്റില്ല. അപ്പൊ വെജിറ്റബിൾ ഡിപ്ലോമയായി, ഞാൻ ഡിപ്ലോമയും ഡ്രൈവറുമായി. കാരണം ആഗ്രഹമുണ്ട്. ഞങ്ങൾ തിരൂർ SSM പോളിടെക്നിക് പോയി കൊടുത്തു, അപേക്ഷ കൊടുത്തു, ഇലക്ട്രോണിക്സിന് രണ്ടാളും കൊടുത്തു, രണ്ടാൾക്കും കിട്ടി. അങ്ങനെ ഞാനെന്താ, എനിക്ക് വേറെ ഡ്രൈവർ വാക്കൻസി ഇപ്പൊ ഞാൻ അതിൽ ചാടി. റസാക്ക് വീണ്ടും പച്ചക്കറി കടയിൽ തന്നെ ആയി. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ അറ്റില്ലാതെ പോയി. ഇപ്പൊ ഗൾഫിലൊക്കെ പോയി. 4 കൊല്ലം മുന്നേ കല്യാണം കഴിഞ്ഞപ്പോ ഒരു മോനുണ്ട്, മോന് 3 വയസ്സായി. ആ മൈക്ക് ഓൺ ആയിക്കോളേ, ഓണേ. ഇപ്പൊ ഞങ്ങള് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ? നാഷണൽ സർവീസ് സ്കീം. അന്നെ മോണാക്ട് കിട്ടണേട്ടാ പയ്യ. തേപ്പും ടൈൽസും ഞാൻ മോണാക്റ്റാ പയ്യ, മറക്കരുത്. മോണാക്ട് എടാ പ്ലീസ്, എടാ ആ മോണാക്ട് തനിഷ, ആ മോണാക്ട്. വൈകിനിട്ട കാരണം കുട്ടികൾ വന്ന നമ്മളെ കൂട്ടുകാരികൾക്കൊക്കെ മക്കളുണ്ടായത് കാരണം മക്കൾക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നേരത്തിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവും. ചെറിയ കുട്ടികളല്ല എല്ലാവർക്കും ഉള്ളത്. അപ്പൊ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടപ്പോൾ നമ്മളെ ചിക്കൻ ബിരിയാണിയാണ് ഇപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ, നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ തന്നെ നമ്മളെ ചിക്കൻ ബിരിയാണിയും കാര്യങ്ങളും വെള്ളത്തിന്റെ ബോട്ടിൽ വാങ്ങിയിരുന്നു എല്ലാവർക്കും കൊടുക്കാച്ചിട്ട്. കുട്ടികൾക്കൊക്കെ അത്യാവശ്യം നല്ല ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, ബിരിയാണി നല്ല ബിരിയാണി കേട്ടോ, കാരണം അത്ര മോശപ്പെട്ട ബിരിയാണി ഒന്നുമില്ല, നല്ല സൂപ്പർ ബിരിയാണി കേട്ടോ. അത് നമ്മളെ അതിലുണ്ടായിരുന്ന കൂട്ടുകാരൻ്റെ ആലിന്റെ അടുത്തുള്ള ഒരു അയൽവാസി വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പൊ എന്താ വെച്ചാൽ നല്ല ഭക്ഷണവും കാര്യങ്ങളും ഒന്നാണ്, അത് തെറ്റൊന്നുമില്ല കേട്ടോ. കാരണം ആർക്കാരും ഇഷ്ടപ്പെടുന്ന ഈ ഭക്ഷണങ്ങളിൽ തന്നെയായിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഇപ്പൊ എല്ലാവർക്കും കുട്ടികളെ ഈ ചെറിയ മക്കള് ഈ നേരം വരെ വിശന്നിരിക്കുക എന്ന് പറയുമ്പോൾ ആർക്കായാലും വിഷമല്ലേ.
അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന് ആയിക്കോട്ടെ എന്തായാലും ഒരു മണി ഒന്നരയൊക്കെ ആയപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാന്നുള്ള ലെവലിൽ തന്നെ എല്ലാവരും ഇരുന്നു ഭക്ഷണം കഴിച്ചു. അങ്ങനെ പെൺകുട്ടികളാണ് ആദ്യം ഇരുന്നത്. അവരത് കഴിച്ചിട്ട് കുട്ടികളുടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാന്നുള്ള ലെവലിൽ ഞങ്ങൾ ഇരുന്നു കേട്ടോ. കാരണം നമുക്ക് എപ്പോഴായാലും കഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ ഇതിന് വന്നിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇവരൊന്നും ഒന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം വരാന്ന് പറഞ്ഞിട്ടും പിന്നെ വീട്ടിലത്തെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ല. എന്തായാലും പെൺകുട്ടികൾക്ക് പൊതുവെ അങ്ങനെ തന്നെയുള്ള നമ്മളെപ്പോലെയല്ലോ. പിന്നെ കൊടുത്ത നാള് നമ്മൾ പ്രതീക്ഷ തന്നെയാണ് കേട്ടോ. പ്രതീക്ഷ നമ്മളൊരു വകയിൽ റിലേറ്റീവ് ആണ് ഓൾറെഡി. പിന്നെ പഴയ കാലം തൊട്ട് തന്നെ നമ്മൾ 6, 7 പഠിച്ചിരുന്ന കാലത്തും പിന്നെ അതേമാതിരി 10ാം ക്ലാസ് വരെ പഠിച്ച സമയത്തൊക്കെ നമ്മളെ കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരനും കൂടെ കേട്ടാ. പിന്നെ ബിരിയാണി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണിയാണ്. എല്ലാവർക്കും ഒരുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ബിരിയാണി കമ്മിയോ അങ്ങനത്തെ ഒരു ഇതും വന്നില്ല കേട്ടോ. കാരണം ആവശ്യത്തിന് ചോറുണ്ടായിരുന്നു ഇന്നത്തെ ബിരിയാണിയിൽ. കാരണം കമ്മി വരാനുള്ള സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മള് കുറച്ച് പറഞ്ഞാൽ അതിനനുസരിച്ച് ചോറ് അവർ കൂട്ടിയിടേണ്ട ഒരു വ്യക്തിയാണ് കേട്ടോ ടീമുകൾ. അപ്പം അങ്ങനെ കുറവ് വരാനുള്ളൊരു സാധ്യതയില്ല. എന്നാലും ഒരുപാട് ആൾക്കാർക്ക് ചെറിയ കുട്ടികളുണ്ടായിരുന്നു. എന്നാലും അവർ വന്നിട്ടുണ്ട്. അവർ വരാൻ കാണിച്ച മനസ്സിനാണ് നമ്മൾ ഒരുപാട് നന്ദി പറയേണ്ടത്. കാരണം വരുന്ന പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നിട്ട് വരുത്. ഇത്രയും ചെറിയ കുട്ടികളെന്നാൽ 7 മാസമായ കുട്ടികൾ, 8 മാസമായ കുട്ടികളെ വെച്ച് കണ്ടിട്ടുള്ള വന്നിട്ടുള്ളത്. അപ്പം നമ്മളെ ലത്തീഫാണ് സപ്ലൈ ചെയ്യാൻ. ലേത്തിലുള്ള ലത്തീഫ് ഉണ്ടായിരുന്നു, മുഹമ്മദ് അലി, ശരത്ത്, പിന്നെ നമ്മളെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെ പേരും കറക്റ്റായിട്ട് നമുക്ക് അറിയില്ലെങ്കിൽ ശരി, ഇനിയിപ്പം നമ്മൾ ഗെറ്റ് ടുഗദറൊക്കെ കഴിഞ്ഞാലേ ഇനിയിപ്പോൾ എല്ലാവരുടെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം, ഓർമ്മയിൽ വെക്കണം, നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അപ്പോഴേക്കും നമ്മളെ ബന്ധങ്ങൾ ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് നമ്മൾ അടുത്ത 15 വർഷം കഴിഞ്ഞിട്ടാണ് ഗെറ്റ് ടുഗദർ എന്നാണ് പറയുന്നത്. അതൊന്നും അല്ല, അതിന് മുന്നേ തന്നെ എങ്ങനെയും സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏതായാലും ഇന്ന് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത ഗെറ്റ് ടുഗദർ നമുക്ക് ഏതായാലും സെറ്റ് ചെയ്യണം വഴികാലത്തന്നെ. ഇനിയിപ്പോൾ ഏതായാലും 15 വർഷം നീണ്ട 15 വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് പുതിയൊരു ഗെറ്റ് ടുഗദർ തുടങ്ങിയത്. അതിനിടയ്ക്ക് പ്രതീക്ഷിക്കാതെ നമ്മളെ സുധീഷും ജാബിറും വന്നിട്ടോ. കാരണം ഒരുപാട് വൈകിട്ടാണ് വന്നത്. അത്രയും നേരം അവിടെ നിന്ന് കണ്ടില്ല. പിന്നെ ഗോലി അടിച്ചോ പാവടാ, അതിനെടുക്കണ്ടേ? എടുക്കണേ. സെക്കീറ ഒന്ന് വായിലിട്. എടുത്തോ. ഇതിന്റെ ഫോണല്ല കേട്ടോ. പ്രതീക്ഷ ഞാൻ പിന്നെ അപ്പുറം ഒരേ പെഞ്ചുമ്പോൾ തന്നെ ടേബിളുമ്പോൾ തന്നെ ഇട്ടിരുന്നത് അപ്പുറം മുഖാമുഖമായിട്ട് ഇരുന്നിട്ടുള്ള കേട്ടോ. കാരണം ഞാൻ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ എങ്ങനെ എല്ലാം കഴിക്കൂട്ടോ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോഴല്ലേ കഴിക്കുള്ളൂ, അല്ല എപ്പോഴും കഴിക്കില്ലല്ലോ കേട്ടോ. വെച്ചിട്ട് ഓവറൊന്നും കഴിക്കില്ല. ബിരിയാണി കഴിച്ചിട്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും കഴിക്കലില്ല. എന്നാലും ഒരു മര്യാദ രീതിയിൽ ഞങ്ങൾ നോർമലായിട്ട് കഴിക്കലില്ല കേട്ടോ. പിന്നെ ആണുങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പെൺകുട്ടികൾ സപ്ലൈ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടോ. പെൺകുട്ടികൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പ്രതീക്ഷ അതിൽ ചിക്കൻ കാലുകൊണ്ട് താജ്മഹൽ പണിയാൻ നോക്കിയാട്ടോ. കാരണം അത്ര ഇതായി അത് ടാർജറ്റ് റെഡി ആയപ്പോഴുള്ള സന്തോഷമാണത്. കാരണം അത്രയ്ക്ക് ഇങ്ങോട്ട് ക്ലിയറായി വന്നപ്പോഴുള്ളൊരു സന്തോഷമാണ് അവൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. കാരണം അത്രയും നേരം പരിശ്രമിച്ചിട്ടാണ് വിജയിച്ചത് കേട്ടോ ആ ഒരു ഘട്ടം. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ബാത്റൂമിൻ്റെ നല്ല പുതിയ മോഡൽ ബിൽഡിങ്ങിൽ ഇപ്പോൾ ബാത്റൂമൊക്കെ ഭയങ്കര സേഫ്റ്റിയാണ്, നല്ലൊരു സെറ്റപ്പാണ് വരുന്നത്. ഭയങ്കര നല്ല വൃത്തിയോടുകൂടിയുള്ള ബാത്റൂം വരുന്നുണ്ട്, വാഷ് ബേസ് വരുന്നുണ്ട്, പിന്നെ തയ്യൽ മെഷീനൊക്കെ കാണുന്നുണ്ട്. ഇനി എന്താ പുതിയ കോച്ച് വല്ലതും തുടങ്ങിയോന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞങ്ങളെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാനുള്ള പരിപാടിയായിട്ട് ഇനി. കാരണം എത്ര വൃത്തിയാക്കിയാലും നമ്മൾ നമുക്ക് തന്നതിനേക്കാളും വൃത്തിയാക്കി കൊടുക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. ഒരിക്കലും കുറച്ച് കൊടുക്കാൻ പാടില്ലല്ലോ. മാക്സിമം കൂട്ടിയിട്ട് നല്ല വൃത്തിയാക്കി കൊടുക്കാനല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളെ ജാബിർ വന്നുകൊണ്ട് നല്ലൊരു പാട്ട് പാടി കിട്ടുക. നമ്മളെന്നും എൻ്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പരമനുരാഗസുന്ദരം എന്നുള്ള നല്ലൊരു പാട്ടുണ്ടല്ലോ, സൂപ്പർ പാട്ട്. വളരെ നല്ല നമ്മളെ ഏറ്റവും നല്ല രീതിയിലാണ് അവൻ പാടിയിട്ട്. അന്ന് ചില പഴയ കാലം തൊട്ട് തന്നെ പാട്ടൊക്കെ പാടി നല്ല എക്സ്പീരിയൻസ് പരിചയമൊക്കെയുള്ളൊരു വ്യക്തിയായിട്ട്. സ്കൂളിൽ പഠിച്ച സമയത്ത് തന്നെ ആൽബം പാട്ടും എല്ലാ പാട്ടും അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പാടുന്നൊരു പാട്ടാണ്. നമുക്കെന്താ വെച്ചാൽ ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ സ്കൂളിൽ അത്രയും ഒരു നൊസ്റ്റ് പിടിച്ചിരിക്കുന്ന സമയത്തല്ല ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാട്ടൊക്കെ പാടേണ്ടത്. അപ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ. ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു സ്കൂളിൻ്റെ ഗെറ്റ് ടുഗദർ തന്നെ ഇങ്ങനെയൊക്കെ ഒരു പാട്ട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഒരു അയവിറക്കാൻ പറ്റിയൊരു നല്ല സമയം എന്നൊക്കെ പറഞ്ഞു കേട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സ്കൂളിൽ പഴയ പോലെയൊന്നുമില്ല കേട്ടോ. സ്കൂളിൻ്റെ കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മരങ്ങളും തൈകളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ചുറ്റുമതിൽ ഇൻ്റർലോക്ക് കാര്യങ്ങൾ സ്റ്റോണ് വിരിച്ച്, പിന്നെ മരങ്ങൾ ഞങ്ങളെ മരങ്ങൾ തന്നെ ഇട്ടുള്ളത്. ഏത് മരം നോക്കിയാലും ഞങ്ങൾ നട്ട മരങ്ങളല്ലാതെ വേറൊരു മരങ്ങളും അവിടെ കൂടുതലായിട്ട് കാണില്ല. കാരണം ഞങ്ങൾ ഈ തണലാണ് അവിടെ എപ്പോഴും നല്ല വൃത്തിയായി കിടക്കേണ്ടത്. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ.
അപ്പോൾ നമ്മളെ കൂട്ടുകാരെല്ലാവരും കൂടി നിന്ന് എല്ലാവരും കൂടി ഒരു സെൽഫി എടുക്കാമെന്ന് വിചാരിക്കും. ഇത് ഞങ്ങളെ VHC വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫ്രണ്ടേജാണ് കേട്ടോ ഇപ്പോൾ ഈ വരുന്നത്. കാരണം ഞങ്ങൾ വെച്ച മന്ദാരവും ഞങ്ങൾ VHC പഠിച്ചവരായിട്ടുള്ള ഞങ്ങളിപ്പോൾ ഈ നിലവിലുള്ള ഈ 8 ആളുകളേ ഉള്ളൂ കേട്ടോ. കാരണം മറ്റുള്ളവരൊക്കെ പിന്നെ VHC ഇല്ല അവിടെ നിന്ന്. പരിസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ പോലെ ഒന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയിൽ തന്നെ ഇൻ്റർലോക്കൊക്കെ ഇട്ട് ചെടിച്ചട്ടിയൊക്കെ വെച്ച് നല്ല വൃത്തിയിൽ തന്നെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടി വന്നപ്പോൾ തന്നെ അവിടെ നിൽക്കാനോ ഇരിക്കാനോ ഇല്ല ഇതിനുള്ള നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ പഴയ കാലത്തെ ഓടിട്ട് പൊളിഞ്ഞാടാനൊരു കെട്ടിടം എന്നുള്ള ലെവലിലൊന്നുമല്ല. ഇപ്പോൾ അത്രയും ഹൈടെക് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള വിദ്യാലയങ്ങളും അതിൽപ്പെട്ട സ്കൂളുകളും ബിൽഡിങ്ങുകളൊക്കെ ആയി മാറിയ ഒരു കാലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മളെ സ്കൂൾ മാറിയിട്ടുണ്ട്. കാരണം ഗവൺമെൻറ് സ്കൂൾ നല്ല സൗകര്യങ്ങളും പഴയ കാലത്തെ ഓടിൻ്റെ കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ സ്കൂളിൽ എല്ലാവരും കൂടി പോയിരുന്നാണ് ഞങ്ങളിതാ ഈ സമയമായപ്പോൾ നമ്മളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കേണ്ട സമയമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കേക്ക് മുറിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. കേക്ക് മുറിക്കാനായാലും നമ്മൾ 10A 10B 10C 10E 10D അങ്ങനെ ഞങ്ങൾ നിലവിലെല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കും കൂടി ഉള്ളൊരു കേക്കാണ്. നിലവിൽ 5 ക്ലാസ് ഉണ്ടല്ലോ ഓൾറെഡി. ഈ 5 ക്ലാസ്സിൻ്റെതും 5 കേക്കും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഏതായാലും ഒരു സെറ്റ് ചെയ്തിട്ട് അപ്പോൾ ആദ്യം കേക്ക് മുറിച്ചത് 10A കേട്ടോ. അങ്ങനെ 10Aൻ്റെ കേക്ക് മുറി കഴിഞ്ഞ പാടിനെ രണ്ടാമത് മുറിച്ചത് ഞങ്ങൾ 10B ആട്ടോ. 10Bയിൽ ഞാനടക്കം ഉൾക്കൊള്ളുന്ന ഒരു ഗ്യാങ് കേട്ടോ 10B എന്ന് പറയുന്നത്. എല്ലാ ബാച്ചിൽ നിന്നും അത്യാവശ്യം ആളുകളുണ്ട്. കൂടുതലായിട്ടില്ലെങ്കിലും ശരി 10Bൻ്റെ ബാച്ചിലാണ് ഞാൻ ഉൾപ്പെട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് പിന്നെ 10B കഴിഞ്ഞ് പിന്നെ 10C ആട്ടോ കേക്ക് മുറിക്കാറുള്ളത്. 10BCൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് 10E ആട്ടോ. 10Eയിലാണ് നമ്മളെ സാധു കൂട്ടുകാരനെ എല്ലാവരും ഉള്ളത് കേട്ടോ. അങ്ങനെ അവരെ കേക്ക് മുറി കഴിഞ്ഞ് 10Eൻ്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നുള്ളത് 10Dൻ്റെതാട്ടോ. 10D എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ കുറച്ച് ആളുകളുള്ളൂ 10Dയിലുള്ളത് കേട്ടോ. ഇതാണ് 10Dൻ്റെത്. 10Dയിൽ വളരെ കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. മറ്റുള്ളവരാരും വന്നിട്ടില്ല. പിന്നുള്ളത് നമ്മളെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കേക്കും എല്ലാവർക്കും മുറിച്ച് നമ്മളെല്ലാം അടക്കി കുട്ടികളുണ്ടായിരുന്നു. എല്ലാ കുട്ടികൾക്കും കൊടുത്തു. ഒരാൾക്കും കൊടുക്കാതിരുന്നില്ല കേട്ടോ. അവിടെ വന്ന കുട്ടികൾക്കും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടികൾക്ക് പോലും കേക്ക് കൊടുക്കാതിരുന്നില്ല. അപ്പോൾ നമ്മളെ പരിപാടിയിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ടൊന്ന് സന്തോഷിച്ച് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി ഒത്തു കിട്ടിയൊരു സന്തോഷവും സമയവും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടി ഇതേപോലെ ഒത്തു കിട്ടുന്ന ദിവസങ്ങൾ ജീവിതത്തിൽ ഇനി ഉണ്ടോ എന്നുള്ള അറിയില്ല. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉപയോഗിച്ച് തിരിച്ച് നമുക്ക് എങ്ങനെ തന്നു അതിനേക്കാളും ഭംഗിയായിട്ട് നമ്മൾ കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് കാരണം നമ്മൾ മൊത്തം വൃത്തിയാക്കി നല്ല കഴുകി ഫിനിഷാക്കി നല്ല ക്ലീൻ സാധനം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഒതുക്കി ക്ലിയർ ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷം തന്നതിനേക്കാളും നല്ല സൂപ്പറാക്കിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നത്. ഒരു ആൾക്കാരൊക്കെ മുടങ്ങി പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പുരസ്കാരം ഏറ്റുവാങ്ങിയ ഷാഹിന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.